ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സിമ്പിളായിട്ട് ഒരു കമ്മൽ ഉണ്ടാക്കാനാണ്. ഈ റെഡ് ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കമ്മൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് അധികം സാധനങ്ങളൊന്നുമില്ല. ഈ ഷുഗർ ബീഡ്സും ഒരു സൂചി നൂല്, നല്ല സ്ട്രോങ് നൂലാണ് ഇതിനെടുക്കുന്നത് കേട്ടോ. ഒരു ഗോൾഡൻ ബീഡ്സ് ഉണ്ട്. പിന്നെ ബീഡ്സിന് യോജ്യമായ കളറായിരിക്കും നൂലിന് ഏറ്റവും നല്ലത്. യെല്ലോ കളർ നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമുക്ക് ഒരു ഗോൾഡൻ ബീഡ്സ് എടുക്കാം. എന്നിട്ട് ഈ നൂലിൻ്റെ അറ്റം ഞാൻ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് എല്ലാം ഫിനിഷായ ശേഷം ഈ കെട്ട് നമുക്ക് വെട്ടി കളയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങുമ്പോൾ ഈ നൂലിൻ്റെ അറ്റം നമ്മൾ കെട്ടുന്നുണ്ട്. രണ്ടിഴക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഗോൾഡൻ ബീഡ്സിലൂടെ സാധാ ഒരു നൂല് കോർക്കാം. അപ്പോൾ കുറച്ച് വിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ബീഡ്സിലൂടെ കോർത്തെടുക്കാം. ഇനി നമുക്ക് 4 റെഡ് കളർ ഷുഗർ ബീഡ്സ് നോക്കാം. പല ബീഡ്സ് പല വലുപ്പത്തിലാണ്. മാക്സിമം ഒരേപോലത്തെ നോക്കിയിട്ട് എടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നതിന് കുറച്ചും കൂടി നീറ്റ്നെസ് തോന്നുള്ളൂ. നിങ്ങൾക്കുന്ന സെൻറ്റർ ബീഡ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം ഈ കോർക്കുന്ന ബീഡ്സുകൾ കോർക്കാൻ കേട്ടോ. സെൻറ്റർ ബീഡ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഷുഗർ ബീഡ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് വീണ്ടും 4 ബീഡ്സ് കോർക്കാം. ഫോർ ഷുഗർ ബീഡ്സ് കോർക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നിന്നാണ് തുടങ്ങിയത്. ഇതിൻ്റെ അടിയിലൂടെ വീണ്ടും ബീഡ്സ് കോർത്ത് വയ്ക്കാം. അതെ, ഇതുപോലെ കിട്ടും നമുക്ക്. നമുക്കിതിൻ്റെ ക്യാപ്പൊക്കെ ഫില്ല് ചെയ്യാം. നന്നായി വലിച്ച് പിടിച്ചിട്ട് നമ്മൾ ഈ കോർത്ത് നൂലുണ്ടാവില്ലേ, ഈ നൂലിലൂടെ ഒന്ന് റൗണ്ട് അടിക്കാം. ഒരു ബീഡ്സ് ഉണ്ടാക്കിയിട്ട് കേട്ടോ. കാണുന്നില്ലേ? ഇത് നന്നായി വലിച്ച് ഒന്നുകൂടെ ടൈറ്റാകാൻ നമുക്ക് ഒന്നുകൂടെ വലിക്കാം. ഈ റെഡ് ബീഡ്സ് ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ റെഡ് ബീഡ്സിലൂടെ സൂചി എടുക്കാം. നന്നായി വലിച്ചു പിടിക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള 2 ബീഡ്സ് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ അറ്റത്ത് ഷുഗർ ബീഡ്സിലൂടെ സൂചി എടുക്കാം. നമുക്ക് ബാക്കി 3 ബീഡ്സിലൂടെ തന്നെ സൂചി വലിച്ചെടുത്ത ശേഷം ഇത് എക്സ്ട്രാ നൂല് നമ്മൾ ബാക്കിലേക്ക് മാറ്റി പിടിക്കാം കേട്ടോ. എനിക്ക് അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് നമുക്ക് ഇവിടേക്ക് എന്ത് ചെയ്യാം, 2 ബീഡ്സ് കോർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ബീഡ്സിലൂടെ സൂചി വെച്ചെടുക്കാം. നമുക്ക് ഈ സെൻറ്റർ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ സൂചി താഴോട്ടേക്ക് എടുക്കാം. നമുക്ക് ഈ ബാലൻസ് നൂലും നമ്മൾ ഈ കോർത്തെടുത്ത നൂലും തമ്മിൽ കെട്ടിടാം. നമുക്ക് ഈ കെട്ടിനെ ഒഴിവാക്കാം. നമ്മളെപ്പോഴും നൂലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ അവിടെ ഒന്ന് പശ തേച്ച് കൊടുക്കുന്നത് നല്ലതാട്ടോ. അതല്ലെങ്കിൽ ആ കെട്ടഴിഞ്ഞ് പോകും. അതാണ് അവിടെ പശ തേച്ചൊന്ന് ഇതാക്കും. ഇപ്പം ഇവിടെ സ്റ്റഡ് കൊടുക്കുമ്പോൾ പശ തേക്കും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ പശ തേക്കാത്തത് കേട്ടോ. ഞാനിത് പറഞ്ഞ് നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കുന്ന പശ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് സ്റ്റഡ് വെക്കാനുള്ള ഭാഗമായി ഞങ്ങൾക്ക് ചെറിയൊരു തൂക്ക് വേണമെന്നുണ്ട്. ഇത് ഇത്രയും തന്നെ ചേർത്ത് സ്റ്റഡ് വെച്ച് കൊടുത്താൽ സ്റ്റഡായി. ഇതുപോലെ സെൻറ്ററിലൊരു ബീഡ്സും ഇതുപോലെ നമുക്ക് ഷുഗർ ബീഡ്സോ
നമ്മൾ സെൻറ്ററിൽ വെക്കുന്ന ബീഡ്സിനേക്കാൾ കുറച്ച് ചെറിയ ബീഡ്സുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്റ്റഡുകൾ ഉണ്ടാക്കാം. ഇനി നമുക്കൊരു തൂക്കം ഉണ്ടാക്കാം. നമ്മൾ ബാക്കി വന്ന നൂലിൽ ഇവിടെ 5 ബീഡ്സ് കേട്ടോ, 4 അല്ല 5 ബീഡ്സ് കോർക്കണം. ബീഡ്സ് കോർത്ത ശേഷം നമ്മൾ 5 ബീഡ്സ് കോർത്ത് അതിലത്തെ ഒരു ബീഡ്സിനെ നീക്കി വെച്ചിട്ട് 2 ബീഡ്സ് കോർത്ത് 5 ബീഡ്സ് കോർത്ത് നമുക്ക് 2 ബീഡ്സ് കോർക്കാം. കേട്ടോ 2 ബീഡ്സ് കോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 5ാമത്തെ ബീഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നൂല് കടത്തി വലിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വലിച്ച് കഴിഞ്ഞ് ടൈറ്റ് ആക്കണേ. നമുക്ക് വീണ്ടും 2 ബീഡ്സ് കോർക്കാം. ഇനി നേരത്തെ പോലെ തന്നെ ഈ നൂലൂടെ സൂചി കുറച്ച ശേഷം നമുക്ക് ഈ റെഡ് ബീഡ്സിലൂടെ ഈ ക്യാപ്പിട്ടുള്ള 2 ബീഡ്സ് കൊടുക്കാം. സൂചി മുകളിൽ സ്റ്റഡ് ചെയ്യാം. എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കമ്മിലൂടെ തൂക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തൂക്ക് റെഡിയായി. ഇതിനെ നമുക്ക് സ്റ്റെഡ് വെച്ചിരിക്കേണ്ട അതുപോലെ ഒരു കഷ്ണം വെട്ടിയെടുക്കാം. ചെറിയ കഷ്ണം മതി. ഇനി സ്റ്റഡ് ഇല്ലാത്തവർക്കാട്ടോ ഞാൻ ഈ പറഞ്ഞിരുന്നത്. സ്റ്റഡ് ഇല്ലാത്തവർ ഇതുപോലെ ഒരു ഐപ്പിൻ എടുക്കാം. ഈ ഷീറ്റിലൂടെ നമുക്കിതൊന്ന് കടത്തിവിടാം. ഐപ്പിന്നെ ഷീറ്റിൽ പ്രസ് ആവാൻ അതിൽ നന്നായി പശ തേച്ച് എവിടെയാണോ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അവിടെ വെച്ച് നന്നായി പ്രസ് ചെയ്തൊന്ന് പശ ഉണങ്ങിയ ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഗ്ലാസ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഗ്ലാസ് പേപ്പറെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐപ്പിൻ്റെ ലെങ്ത് ഒന്ന് കുറക്കാം. ലെങ്ത്തൊക്കെ കുറച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് മാത്രമായിട്ട് തന്നെ അങ്ങനെ വാങ്ങിയിട്ടുള്ള കാരണം അത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. Tata, bye bye, see you tomorrow.